കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് ദിനം പ്രതി 8:30 തൊട്ട് 9:30 വരെയുള്ള ഈ സമയം ഡെയിലി കർത്താവിന്റെ ദാസന്മാർ സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വന്ന് ദൈവവചനത്തിൽ നിന്നും അവരുടെ അനുഭവത്തിൽ നിന്നും ഒക്കെ സാക്ഷിക്കുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിലേക്ക് കർത്താവിന്റെ ദാസൻ വേണുഗോപാൽ കടന്നു വന്നിട്ടുണ്ട്. കർത്തദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. കർത്താവിന്റെ ദാസന്റെ ജീവിത അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുവാൻ കടന്നു വന്നിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവ് തന്റെ ദാസനെ അനുഗ്രഹിക്കണം. നമുക്ക് യാതൊരു പ്രയാസവും നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങളോ യാതൊന്നും ഉണ്ടാകാതെ ഇന്ന് സന്തോഷത്തോടെ ടെസ്റ്റ് മണി കേൾക്കുവാൻ ഇടയാക്കണം. വചനദീപ്തിയുടെ പ്രേക്ഷകരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിൽ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. കർത്തദാസനെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ അനുഗ്രഹീതമായ കർത്താവെ നിമിഷങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും തിരുവനന്തപുരം ഞങ്ങൾ വായിക്കുന്നു. കർത്തദാസനെ അനുഗ്രഹിക്കണമേ. തന്റെ ജീവിതാനുഭവങ്ങൾ കർത്താവെ വചനദീപ്തിയുടെ പ്രേക്ഷകരോടായിട്ട് പങ്കുവെക്കുമ്പോൾ സ്വർഗം തന്റെ ദാസനെ അനുഗ്രഹിക്കണമേ. ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. കർത്താവിന്റെ കൃപയിൽ പരിപാലിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സമ്പൂർണമായി സമർപ്പിക്കട്ടെ. കർത്താവ് ദൂരത്തും ചാരത്തുമായി ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, തുടർന്ന് കർത്താവെ ഇത് ശ്രവിക്കുവാനിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹത്തിന് കാരണമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനേക ഹൃദയങ്ങൾക്ക് വലിയ വ്യത്യാസം ഉളവാക്കുവാൻ, അനേക ഹൃദയങ്ങൾ ജീവനുള്ള കർത്താവിനെ കണ്ടെത്തുവാൻ ഇത് കാരണമാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളുടെ നെറ്റ് സിസ്റ്റം എല്ലാം സമർപ്പിക്കുന്നു. കർത്താവ് എല്ലാം അനുഗ്രഹമാക്കി തീർക്കണം. ഒരു തടസ്സവും ഉണ്ടാകുവാൻ അനുവദിക്കില്ലേ. അപ്പന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സകലമാനവും മഹത്വവും അവിടെ നിൽക്കും യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ ആമേൻ ഇന്ന് ഞങ്ങളുടെ നടുവിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് കർത്തദാസനെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ ദാസൻ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പരിചയത്തിലേക്കായിട്ട് ഒരു വാക്കിൽ ഒന്ന് പറയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് വേണുഗോപാലൻ നായർ എന്നാണ്. ഞാൻ ജനിച്ചു വളർന്നത് ചെങ്ങന്നൂരിൽ ചെറിയനാട് എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ്. ഞാൻ വന്നിരിക്കുന്നത് ഒരു നായർ സമുദായത്തിൽ നിന്നാണ്. ഇപ്പോൾ ഞാൻ ഉള്ളത് ഇടുക്കിയിൽ കുമളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനിപ്പോൾ ഈ നായർ സമുദായത്തിൽ നിന്നൊക്കെ കർത്താവിനെ അറിയുവാൻ പ്രത്യേക കാരണങ്ങൾ ഉണ്ടാകുമല്ലോ. നമ്മുടെ പഴയ കാലങ്ങൾ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ബാല്യകാലങ്ങളൊക്കെ ഓർത്തെടുത്തിട്ട് അതിലെ നന്മകളും അതിൽ നിന്നും വ്യത്യസ്തമായ നിലയിലേക്ക് കർത്താവ് കൊണ്ടുവന്ന വിധങ്ങളും ഒക്കെയും ഇന്ന് നമ്മുടെ പ്രേക്ഷകരോട് സാക്ഷിക്കണം. കാരണം അനേകര് കൺഫ്യൂഷനിലായിരിക്കുകയാണ്. എങ്ങനെ ഇവരൊക്കെ കർത്താവിനെ അറിയുവാൻ ഇടയായി? അവരെങ്ങനെയാണ് ഇത്രയും സന്തോഷം അനുഭവിക്കുന്നത്? ഇത് വ്യക്തമായിട്ട് മറ്റ് ഇതിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യം കാരണമാകണം. അതുകൊണ്ട് തന്റെ ബാല്യകാലത്തെ പറ്റി അല്പം ഒന്ന് സംസാരിച്ചിട്ട് തന്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിച്ചാട്ടെ. സ്തോത്രം. ഞാൻ ജനിച്ചു വളർന്നത് ഒരു പുരാണമായ നായർ തറവാട്ടിലാണ്. കുഞ്ഞിലെ മുതലേ അമ്പലങ്ങളും സർപ്പക്കാവും കുടുംബക്ഷേത്രവും അങ്ങനെയുള്ള ആരാധനകളും പൂജാകർമ്മങ്ങളുമായി കണ്ടു വളർന്ന് എന്താ പറയുക, തൊട്ടലും തീണ്ടലും ഐറ്റും ഒക്കെ ഉള്ള ഒരു തറവാട്ടിൽ ജനിച്ചു വളർന്നതാണ്. ചെറുപ്പകാലം മൊത്തവും കൂടുതലും അമ്പലങ്ങളിൽ ഉത്സവത്തിനും പിന്നാലെ ആ ഒരു സിറ്റുവേഷനിൽ കൂടി വളർന്ന് സ്കൂൾ ജീവിതമായാലും എല്ലാം ആ ഒരു തറവാടിന്റെ ഗാംഭീര്യത്തിലും ഞങ്ങളാണ് ഏറ്റവും വലിയവർ എന്നുള്ള ആ ചിന്തയിലായിരുന്നു എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അന്നൊന്നും ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ സമുദായവുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. എന്നാൽ ഫ്രണ്ട്സൊക്കെ ഉണ്ട് താനും. പക്ഷെ അവരോടുമൊക്കെ ഞങ്ങളാണ് ഏറ്റവും വലിയവർ, ഞങ്ങളുടെ ദൈവമാണ് ഏറ്റവും വലുത്, എല്ലാവരിലും ശ്രേഷ്ഠനായവർ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു കാലമായിരുന്നു ചെറുപ്പകാലം മുതൽ.
അമ്പലത്തിലെ ഉത്സവമായാലും അമ്പലത്തിലെ പ്രോഗ്രാം എന്തായിരുന്നാലും ആദ്യം മുൻപന്തിയിൽ എല്ലാവരുടെയും മുന്നിൽ അതിന് നേതൃത്വം നൽകി അവിടെ നിൽക്കുമായിരുന്നു. ചെറുപ്പം മുതലേ വീട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് ആർക്കും വീട്ടിൽ കയറുവാനോ വീട്ടിന്റെ തിണ്ണയ്ക്ക് കയറുവാനോ സ്വാതന്ത്ര്യമില്ല. വെള്ളം കോരുന്ന കിണറ്റിൽ പോലും അതിന്റെ കയറൽ പോലും തൊടുവാൻ സ്വാതന്ത്ര്യമില്ല. ജോലി ചെയ്യുന്നവർക്ക് വീടിന്റെ മുറ്റത്ത് കുഴി കുഴിച്ച് ആഹാരം ഇട്ട് കൊടുക്കും. അവർ കഴിക്കണം. ആഹാരം കഴിഞ്ഞതിന് ശേഷം ആ കുഴി മൂടിയിട്ട് പോകണം. അതായിരുന്നു വീട്ടിലെ ചട്ടം. ആ ചട്ടവട്ടത്തിൽ കൂടി വളർന്നു വന്നവനായിരുന്നു ഞാൻ. അങ്ങനെ ബാല്യകാലത്തില് എല്ലാവരോടും ആ ഒരു പ്രൗഢിയോടും ആ ഒരു ദാർഢ്യത്തോടും ആയിരുന്നുവെങ്കിലും പക്ഷെ ഞാൻ എല്ലാവരോടും അന്നും സൗമ്യനായിരുന്നു. ആരോടും വഴക്കിന് പോകുന്ന ഒരു സ്വഭാവമില്ല. ആരോടും പേരല്ലാതെ മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്ന ഒരാളല്ലായിരുന്നു. കാരണം ഞാനത് ശീലിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മാത്രമേ എൻ്റെ വായിൽ നിന്നും വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട കുട്ടിയുണ്ടായിരുന്നു. വീട്ടിലെ ജോലിക്ക് വരും. അപ്പോൾ ഒരു ദിവസം അത് വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് മാതാവിനോട് പറഞ്ഞു, ഇതാ വേലക്കാരത്തി വന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം ഇത്രയും ഹൈറ്റും ഒക്കെയുള്ള വീട്ടിലെ ആ അമ്മ എന്നോട് പറഞ്ഞത്, വേലക്കാരത്തി എന്ന് പറഞ്ഞൊരു ജാതിയില്ല, ഇനിയും മേലാൽ അവളെ അങ്ങനെ വിളിക്കരുത്, അവക്കൊരു പേരുണ്ട്, ആ പേര് വിളിച്ചുകൊള്ളണം. വേലക്കാരത്തി എന്നൊരു ജാതിയില്ല, ജാതി വെറും രണ്ടേ ഉള്ളൂ, ഒരാണും ഒരു പെണ്ണും. അതായിരുന്നു എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്. അന്ന് മുതല് ആ ഒരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് വന്നിരുന്നത്. എല്ലാവരുമായിട്ടും സഹകരിക്കും. പക്ഷെങ്കിൽ ചില ചുറ്റവട്ടങ്ങളൊക്കെ വീട്ടിലുണ്ട്. ആരുടെയും വീട്ടിൽ പോകരുത്, അവിടെ നിന്നും വെള്ളം കുടിക്കരുത്, അവരുടെ തിണ്ണയ്ക്ക് പോകരുത്, തിണ്ണയ്ക്ക് കയറരുത്, ഒന്നും. അവരെ ജോലിക്ക് വിളിക്കണമെങ്കിൽ നമ്മുടെ പറമ്പിന്റെ അതിരിന് പോയി നിന്ന് വിളിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. ചെറുപ്പം മുതലേ എനിക്ക് കോഴിമുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രിയമായിരുന്നു. അപ്പോൾ വീട്ടിലെ കോഴിയെ കൊണ്ട് മുട്ട തികയാത്തത് കൊണ്ട് ഈ വേലയ്ക്ക് വരുന്ന വീട്ടിലെ ജോലിക്ക് വരുന്ന അവരുടെ വീട്ടിൽ നിന്നും കോഴിമുട്ട വാങ്ങും. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കും, അവരുടെ ഒന്നും തൊട്ടുകൂടാ എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവരുന്ന മുട്ട തൊടാവോ എന്ന്. അപ്പൊ അതിനൊന്നും അമ്മ ഉത്തരവ് എനിക്ക് തന്നിട്ടില്ല. അവിടുന്ന് ഞാൻ എന്ത് ചെയ്യും, എന്നെ വിളിക്കാൻ ആൾക്കാരെ വിളിക്കാൻ വിടും. പറമ്പിൽ നിന്ന് വിളിച്ചാൽ മതി, അങ്ങോട്ട് പോകരുതെന്ന് പറയും. ഞാൻ പറമ്പിന്റെ അതിരും കിടന്ന് അങ്ങോട്ട് പോകും. എന്തിനാ? കോഴിമുട്ട കയറി വീട്ടിൽ വരുന്നതിന് മുമ്പ് 2 പച്ചയ്ക്ക് അടിക്കാൻ. ഞാൻ അവിടെ പോയിട്ട് കോഴി പിടിച്ചിട്ടേക്കുന്ന കോഴിയുടെ കൊട്ട പൊക്കും, അതിനടിയിൽ നിന്ന് ചൂട് മുട്ട എടുക്കും, അവിടെ ഇന്ന് പൊട്ടിച്ചാൽ മതി. എന്നിട്ട് വീട്ടിൽ പോലും ഒന്നും മിണ്ടത്തില്ല. വീട്ടിൽ അവരിപ്പോ വരുമെന്ന് പറയും. അവര് വീട്ടിൽ വരുമ്പോൾ മുട്ടയും കൊണ്ടാണ് വരുന്നത്. അപ്പൊ എന്നും കൊണ്ടുവരുന്ന മുട്ടയുടെ കണക്കുണ്ട്. അപ്പൊ അമ്മ ചോദിക്കും, ഇതെന്തിയ ബാക്കി മുട്ട ഇന്നെന്താ ഇല്ലാഞ്ഞെന്ന് ചോദിക്കുമെന്ന് പറയും. അത് കൊച്ചുമോൻ കുടിച്ചു അവിടെ വെച്ചു. അന്നേരം അടി തുടങ്ങും. എടാ, അച്ഛനോ ആരെങ്കിലും അമ്മുമ്മയോ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പോഴത്തെ സ്റ്റേജ് ഇവിടെ എന്നും പറഞ്ഞ് 2 അടി എനിക്ക് തരും. എന്നാലും ഞാൻ പോയി കുടിക്കും. പക്ഷെ ഞാൻ അന്നും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എങ്കിലും എല്ലാവരുടെയും മുന്നിൽ അവര് തൊടിയിലും തീണ്ടലും ഐറ്റവും ഒക്കെ ഉള്ള ഇത് കാണിക്കും. പക്ഷേങ്കിൽ അമ്മ കൂടെ ഉള്ളപ്പോൾ മാത്രമുള്ളപ്പോൾ അവരോടെല്ലാം വീട്ടിൽ കയറാനും എടുക്കാനുമുള്ള സാവകാശവും കൊടുക്കും. അങ്ങനെ ജനിച്ചു വളർന്ന് സ്കൂൾ ജീവിതമായാലും എല്ലാം ഇതിൽ വീണ്ടും വീണ്ടും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, ഞങ്ങളാണ് ഏറ്റവും വലിയവർ, മറ്റുള്ളവരൊക്കെ താഴ്ന്നവർ, വേറൊരു ദൈവം ഇല്ല, ഇതേ ഒരു ദൈവം. അങ്ങനെ വളർന്നു വന്നു. സ്കൂൾ ജീവിതം കഴിഞ്ഞു. അങ്ങനെ ഐ.ടി.കളിൽ പോകാറായി. അപ്പൊ വീട്ടിലെ പ്രമാണിമാര് അമ്മാവന്മാരും ഒക്കെ ഭയങ്കര ചിട്ടയിലും ഇതിലുമാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അമ്മമാരുടെ മുന്നിലൊന്നും നേരെ നിൽക്കാനുള്ള ഇതില്ല. അമ്മാവന്മാർ എന്ത് പറയും, അമ്പലത്തിൽ പോടാന്ന് പറഞ്ഞാൽ അന്നേരം ഓടിക്കോണം അമ്പലത്തിൽ, അവിടുത്തെ ഉത്സവത്തിനായാലും എല്ലാം. അങ്ങനെ വളർന്നു വന്നു. സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പല രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാൻ പോയി. അപ്പൊ എവിടെ ഞാൻ ഇന്ത്യക്കകത്തിൽ എവിടെ പോയി ജോലി ചെയ്തിട്ടുണ്ടോ അവിടെ ഞാൻ രാവിലെ കുളിച്ച് വന്നു കഴിഞ്ഞ് ചന്ദനത്തിരി കത്തിക്കുന്ന, വിളക്ക് കത്തിച്ച് ചന്ദനത്തിരി കത്തിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അത് നാട്ടിലായിരുന്നപ്പോഴും വെളിയിലായിരുന്നപ്പോഴും. അങ്ങനെ ബോംബെയില് ഒക്കെ ജോലി ചെയ്തു. എവിടെയായിരുന്നാലും ഈ പതിവ് മുടക്കിയിട്ടില്ല. അങ്ങനെ
മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് താമസിക്കാൻ കിട്ടിയ വീട് അവിടുത്തെ ഒരു ബ്രാഹ്മണന്റെ വീടായിരുന്നു. അപ്പോൾ അവരുടെ മുറ്റത്ത് ഒരു തുളസിത്തറയുണ്ട്. അവർക്ക് 2 കുളമുണ്ട്. പുറത്തുള്ളവർക്ക് കുളിക്കാൻ ഒരു കുളം, വീട്ടിലുള്ളവർക്ക് കുളിക്കാൻ ഒരു കുളം. അപ്പോൾ ഞാൻ ഒരു ദിവസം ഈ വെളിയിലത്തെ കുളത്തിൽ പോയി കുളിച്ചിട്ട് വന്ന് ചന്ദനത്തിരി കത്തിച്ച് തുളസിത്തറയുടെ അവിടെ പോയി കത്തിച്ചു വെച്ച് കയ്യും കൂപ്പി നിന്നിട്ട് പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ ഇവർക്ക് അതിശയമായി. ഇവർ ഓടി വന്ന് എന്റെ കാൽമുട്ടിൽ ചുവട്ടിലോട്ട് പ്രണാമം വീണിട്ട് എന്റെ കാലെ തൊട്ട് തൊഴാൻ. ഞാൻ അപ്പൊ പറഞ്ഞത് എന്റെ ഈ പ്രായമുള്ള മനുഷ്യർ ഇങ്ങനെ കാണിക്കുന്നു, ഞാനൊരു കൊച്ചിയെടുക്കും. എന്നെ അവര് പറഞ്ഞു, ഇല്ല ഇല്ല, നീ വലിയവനാണ്, നീ ഇന്ന് വരെ ആരും ചെയ്യാത്ത പ്രവൃത്തിയാണ് നീ ഇപ്പൊ ഇവിടെ ചെയ്തത്. ഇന്നോട്ട് നീ പുറത്തെ കുളത്തിൽ പോയി കുളിക്കണ്ട, അകത്തെ കുളത്തിൽ ഞങ്ങൾ കുളിക്കുന്നിടത്ത് കുളിക്കാം, വേറെ ആർക്കും അലവില്ല. അങ്ങനെ അവരെല്ലാം ദിവസവും വന്നിട്ട് എന്റെ കാല് തൊട്ട് തൊഴുകയും ഭയങ്കര ഒരു അത്ഭുത വസ്തുവിനെ കാണുന്ന മാതിരി എന്നെ കൊണ്ടു നടത്തി എല്ലാവരോടും എന്നെ പറ്റി പൂർപ്പിച്ചു. അങ്ങനെയും അവിടെയും നമ്മളാണ് വലുത് എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ. മറ്റുള്ളവരെല്ലാം ഒന്നുമല്ലാത്തവർ, നമ്മൾ ആരാധിക്കുന്നവരേ ഉള്ളൂ ദൈവം, അങ്ങനെ ഒരു ചിന്തയിലായി. അങ്ങനെ ജോലി സ്ഥലമൊക്കെ ഇന്ത്യക്കകത്തിലെ ജോലിയൊക്കെ ചെയ്ത് ബോംബെയിലും ജോലി ചെയ്ത് പലയിടത്ത് ജോലി ചെയ്തു. അങ്ങനെയാണ് ഞാൻ 1999 ഓഗസ്റ്റ് മാസം 1-ാം തീയതി UAE ഷാർജ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു ചെറുപ്പം പോലെ വളർന്ന ആ ഇത് മറന്നിട്ടില്ല. അവിടെ ആയാലും രാവിലെ കുളിക്കും, ബെഡിൽ എഴുന്നേറ്റിരിക്കുമ്പോഴേ കൈ പിടിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് എഴുന്നേക്കും, കുളി കഴിഞ്ഞ് വന്ന് ചന്ദനത്തിരി കത്തിക്കും, വിളക്ക് കത്തിക്കും, പ്രാർത്ഥിക്കും. ആ ഒരു സിറ്റുവേഷൻ അവിടെ വെച്ചാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയുമായിട്ട് വിവാഹം നടക്കുന്നതും എല്ലാം. അങ്ങനെ 2004 എന്റെ വിവാഹം നടന്നു. അത് കഴിഞ്ഞ് കട്ടപ്പന എന്ന് പറയുന്ന ഈ ഇടുക്കിയിൽ ഞാൻ സ്വന്തമായിട്ട് സ്ഥലം മേടിച്ചു, വീട് വെച്ചു. വീടിന്റെ പണികൾ കുറച്ചായിട്ട് പൂർത്തീകരിച്ചു. അങ്ങനെ വർഷം തോറും നാട്ടിൽ വരുമായിരുന്നു. പക്ഷേങ്കിൽ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കേണ്ടവർ ആദ്യം മുതലേ നമ്മളെ ഒറ്റപ്പെടുത്തുകയായിരുന്നു. അത് പിന്നീടാണ് മനസ്സിലാകാൻ ഇടയായത്. പക്ഷേ അത് സംഭവിക്കാൻ കാരണം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് ഞാൻ സാക്ഷ്യത്തിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാവും എല്ലാവർക്കും. അങ്ങനെ 2019 എന്റെ വീടിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം ചെറുതായിട്ട് ബാലൻസ് ഉണ്ടായിരുന്നു. 2019 ഞാൻ 1 മാസത്തെ അവധിക്ക് വന്നു. അവധിക്ക് വന്നു കഴിഞ്ഞിട്ട് അതിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചു. 3 വശം മതിൽ കെട്ടി, മുറ്റത്തൊരു കുഴൽ കിണറടിച്ചു. എല്ലാം വിത്തിൻ 15 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് പരിപാടികൾ. ദൈവത്തിന്റെ കൃപയാണത്. 15 ദിവസം കൊണ്ട് 3 വശം മതിലും കെട്ടി ഒരു കുണക്കണലും ഒക്കെ അടിച്ച് പൂർത്തിയാക്കി കംപ്ലീറ്റ്. ഒരു പണി ഇതിനകത്ത് ഇനി 5 പൈസ പോലും മുടക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു വീടാക്കുന്നു. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞു, എനിക്ക് പോകാൻ 1 മാസത്തെയാണ്, 15 ദിവസം കഴിഞ്ഞു, പിന്നെ 15 ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത അനിഷ്ട സംഭവങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ചെറുപ്പം മുതലേ ഞാൻ വളർന്നതും പഠിച്ചു വന്നതും എല്ലാം എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചതും ആർക്കും ഉപകാരം ചെയ്യാൻ പറ്റിയില്ലേലും ആരെയും ഉപദ്രവിക്കരുത്, അങ്ങനെ ഒരു ചിന്താഗതിയിലായിരുന്നു ഞാൻ അതുവരെയും വന്നിരുന്നത്. ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ്. അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിൽ വിഷമമായി, ഇതെന്നെ ഇങ്ങനെ സംഭവിക്കും. സ്വാഭാവികമായിട്ടൊരു നായർ തറവാട്ടിൽ ജനിച്ചവൻ ചെയ്യുന്നത് തന്നെ ഞാനും ചെയ്തു. അമ്പലങ്ങൾ തോറും പോയിക്കൊണ്ടിരുന്നു. അമ്പലങ്ങൾ തോറും പോയി എല്ലാവരും പറഞ്ഞത് പകിട വെച്ച് നിരത്തി അങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ നോക്കി പറഞ്ഞതും എല്ലാം നീ കുടുംബക്ഷേത്രവും സർപ്പക്കാവും വീട്ടിലെ പരദേവതകളെയും ഒക്കെ വിട്ടിട്ട് പോന്നിട്ട് വർഷം ഇത്രയായി, അവരെ ആരെയും നോക്കുന്നില്ല, അവർക്ക് വേണ്ടത് ചെയ്യുന്നില്ല, അതിന്റെ ദോഷം. അപ്പൊ ചെറുപ്പം മുതലേ കേട്ടിരുന്നത്, വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞ് നമ്മളെ ധരിപ്പിച്ചിരുന്നത് വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ദൈവങ്ങളാണ്. കാട്ടിലെ സർപ്പക്കാവിലെ സർപ്പവും
അമ്പലത്തിലെ പരദേവതകളും ധർമ്മദൈവങ്ങളും. പക്ഷേങ്കിൽ ഞാൻ ഇവരോടെല്ലാം ചോദിച്ചപ്പോൾ ഇവരെല്ലാം അതാണ് കാരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നും അതിനു വേണ്ട കർമാദികൾ അവർ പറഞ്ഞതും പ്രകാരം ചെയ്യാൻ തുടങ്ങി. ഒരു സൈഡിൽ കൂടെ പണം ഇറങ്ങിക്കൊണ്ടേ ഇരുന്നു, മറു സൈഡിൽ കൂടെ പ്രതികൂലം കൂടിക്കൊണ്ടേ ഇരുന്നു. പക്ഷെ എത്ര കർമ്മങ്ങൾ ചെയ്തിട്ടും, എത്ര പൂജകൾ ചെയ്തിട്ടും, എത്ര പൈസ മുടക്കിയിട്ടും ഈ വിളിപ്പുറത്ത് വരുന്നവരാരും വന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ ഇനി ഗൾഫിന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. 2019 മെയ് മാസം 1-ാം തീയതി വന്ന ഞാൻ ജൂൺ മാസം 1-ാം തീയതി തിരിച്ചു പോകേണ്ടതാണ്. അങ്ങനെ ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പ്രതികൂലങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഞാൻ അതിനെല്ലാം ഏതൊക്കെ കർമ്മം ചെയ്യാമോ അതെല്ലാം അവർ പറയുന്നത് മാതിരി ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു ആളെന്നോട് പറഞ്ഞു, ഭദ്രകാളിക്ക് ചുമലച്ചമ്പരത്തി പൂവിന്റെ മാല കോർത്ത് വെച്ച് പൂജ ചെയ്യണം, നെയ്വിളക്ക് കത്തിക്കണം, നാരങ്ങാ വിളക്ക് കത്തിക്കണം, ഗണപതി ഹോമം നടത്തണം. ഈ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇന്ന കർമ്മം ചെയ്യണം, ഭദ്രകാളിക്ക് ഇന്ന കർമ്മം ചെയ്യണം, ഇതെല്ലാം പറഞ്ഞു. ഇതെല്ലാം അവർ പറഞ്ഞതുപോലെ ചെയ്തു. പൈസ ഇറങ്ങിക്കൊണ്ടേയിരുന്നു. ഞാൻ 15 ദിവസം കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു പ്രാകൃത രൂപമായി മാറി. 24 മണിക്കൂറും തോട്ടിക്കൂടെ വെള്ളം ഒഴുകുന്ന മാതിരി കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകി. അങ്ങനെ പലയിടത്തും പോയി കർമ്മങ്ങളൊക്കെ ചെയ്തു. പക്ഷേങ്കിൽ ഈ വിളിപ്പുറത്ത് വരുന്നവരാരും വന്നില്ല. പ്രതികൂലം കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഒരൊറ്റ തീരുമാനമെടുത്തു, ഇനിയും ഞാൻ ജീവിച്ചിരിക്കുന്നില്ല. കാരണം സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കേണ്ടവർ പോലും നമ്മളെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. ഒരു സൈഡിൽ കൂടെ പ്രതികൂലം കൂടി ഞാൻ ഹീറോ ആയിക്കൊണ്ടേയിരുന്നു. മറേ സൈഡിൽ കൂടെ പ്രതികൂലം കൂടി എന്റെ സമ്പത്തുകളെല്ലാം പൈസ മൊത്തം തീർന്നുകൊണ്ടേയിരുന്നു. ഈ പ്രതികൂലം ഇത്രയും കൂടിയിട്ട്, ഇത്രയും പൈസ ഇറക്കിയിട്ടും, കർമ്മങ്ങൾ ചെയ്തിട്ടും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ ചെയ്തിട്ടും ഒരു വിളിപ്പുറത്ത് വരുന്നവരും വന്നില്ല. ഒരു സർപ്പക്കാവിലെ പാമ്പും വന്നില്ല, ധർമ്മദൈവങ്ങൾ വന്നില്ല, പരദേവതകൾ വന്നില്ല, ആരും വന്നില്ല. ഞാൻ 24 മണിക്കൂറും കരച്ചിൽ തന്നെ. കൂടെ നിൽക്കേണ്ടവരെല്ലാം ഒറ്റപ്പെടുത്തി. അങ്ങനെ ലാസ്റ്റ് വീട് വിട്ട് ഞാൻ ഇറങ്ങി. വീട്ടിൽ നിൽക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനായി വീട് വിട്ടിറങ്ങി മരണം മാത്രം ചിന്ത മനസ്സിൽ. പലവട്ടം മരിക്കണം എന്ന് ചിന്തിച്ചു. അങ്ങനെ എന്താ പറയുക, ഇയ്യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ദൈവത്തിന്റെ മുന്നിൽ ഇയ്യോബ് എന്നപ്പോൾ സാത്താനും കൂടെ ഉണ്ടായിരുന്നു. സാത്താനോട് ചോദിച്ചു, നീ എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഊടാടി കറങ്ങിയിട്ട് വരുവാന്ന് പറഞ്ഞപ്പോൾ, നീ എന്റെ ദാസന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതുപോലെ, ദൈവം ചോദിച്ചപ്പോൾ പിശാച് പറഞ്ഞതുപോലെ, അവന്റെ എല്ലാത്തിലും നീ വേലി കെട്ടി നിർത്തിയേക്കുമല്ലേ, എങ്ങനെ ഞാൻ അവനെ തൊഴും? അപ്പോഴാണ് ദൈവം പറഞ്ഞില്ലേ, അവന്റെ സമ്പത്തുകളും എല്ലാം നീ എടുത്തു, പക്ഷെ എന്റെ ദാസനെ മാത്രം നീ ദൃഷ്ടി വെക്കരുത്, അവന്റെ മേൽ മാത്രം നീ കണ്ണു വെക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവിടെയും പിശാച് എന്റെ സമ്പത്ത് മൊത്തം കൊണ്ടുപോയി. പക്ഷെ എനിക്ക് മരണം എന്നുള്ള ചിന്ത മനസ്സിലുണ്ടെങ്കിലും മരണത്തിന് മാത്രം എന്നെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. പ്രതികൂലം കൂടി വന്നു. ഞാൻ പല പ്രാവശ്യം മരിക്കണമെന്ന് ചിന്തിച്ച് രാത്രി 11:30-12 മണി വരെ ഉണർന്നിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ഉറങ്ങിപ്പോവായിരുന്നു. പിന്നീട് ഉണരുമ്പോൾ ഞാൻ ആ ചിന്തയില്ല. വീണ്ടും ഞാൻ എന്നും മരിക്കണം എന്ന് ചിന്തിക്കുന്ന ദിവസം മാത്രം ഞാൻ ഉറങ്ങിപ്പോവും. അല്ലാത്ത ദിവസം ഞാൻ 12 മണി 2 മണി വരെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എന്ന് ഞാൻ ചിന്തിച്ചോ മരിക്കണം, അന്ന് ഞാൻ ഉറങ്ങിപ്പോവും. അങ്ങനെ മാസങ്ങൾ പോയി, വർഷങ്ങൾ പോയി, എനിക്ക് മരിക്കാൻ മാത്രം പറ്റിയില്ല. പ്രതികൂലം കൂടി എന്റെ ജീവിതത്തിൽ എന്തെല്ലാം വരാമോ അതെല്ലാം സംഭവിച്ചു. പ്രതികൂലം കൂടി വന്നു. പക്ഷെ മരണത്തിന് മാത്രം എന്നെ കീഴടക്കാൻ പറ്റിയില്ല. അങ്ങനെ 2019 കടന്നുപോയി. ഞാൻ ഗൾഫിന് പോകുന്നത് വേണ്ടാന്ന് വെച്ചു. 2020 കടന്നുപോയി, 21 കടന്നുപോയി, 22 കടന്നുപോയി. 22 കടന്നുപോയപ്പോൾ ആണ് എനിക്ക് മനസ്സിലായി, എന്റെ ജീവിതത്തിൽ ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് തീർന്നു, എല്ലാം കഴിഞ്ഞു, നശിച്ചു, ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞാൻ ആകെ തകർന്നു പോയി എന്ന് മനസ്സിൽ ചിന്തിച്ച് മദ്യത്തിനുമെല്ലാം നല്ല അടിമയായിട്ടിരുന്ന ഞാൻ ആ ലോകത്തിൻ്റെതായിട്ടുള്ള
സുഖങ്ങളിൽ പോയി അതേ ഉള്ള ആശ്വാസം എന്ന് കരുതി ഞാൻ അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 2022 കടന്ന് 4 വർഷം കടന്നുപോയി. എന്റെ ജീവിതത്തിൽ യാതൊരു വിധമായ മാറ്റവും വന്നു. അവിടുന്ന് 2023 ജൂലൈ മാസത്തിലെ അവസാന ശനിയാഴ്ച ദിവസം ഞാൻ താമസിക്കുന്നത് നേര്യമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു റിസോർട്ടിൽ ഞാൻ ഒറ്റയ്ക്ക്, തൊട്ടപ്പുറത്ത് ഫോറസ്റ്റ്, വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലം, കാട്ടാനയൊക്കെ ഇറങ്ങുന്ന കണ്ടിട്ടുണ്ട്. അന്ന് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ അവരുടെ വീട്ടിൽ പോയിരിക്കുന്നു, ഞാൻ മാത്രമാണ്. അന്ന് അവിടെ ഇരിക്കുമ്പോൾ ഞാനൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നു. ഇത് പറ്റിയ അവസരം, ഇവിടെ ഒന്നും ആരുമില്ല, തൊട്ടപ്പുറത്ത് ഫോറസ്റ്റുമാണ്, ഒന്നും പേടിക്കാനില്ല, ജീവിതം അവസാനിപ്പിക്കാൻ. അങ്ങനെ ഞാൻ ആ ദിവസം അവിടെ 11:30 വരെ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരുന്നു. പക്ഷെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോയത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ആ ഉറക്കത്തിൽ ഞാൻ കാണുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു. എന്നെ ആരോ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കുന്നതായിട്ട്. അത് കഴിഞ്ഞ് അതങ്ങ് മാഞ്ഞുപോയി. പരസ്യങ്ങൾ കാണിക്കുന്ന മാതിരി ഒരു ഇത് എഴുതി കാണിച്ചു, അതങ്ങ് മാഞ്ഞുപോയി. രണ്ടാമത് ഒന്നുകൂടി കാണിച്ചു, അതും മാഞ്ഞുപോയി. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. രണ്ടാമത് വീണ്ടും ഈ എഴുതി കാണിച്ചതും ഒന്നിന് താഴെ ഒന്നായിട്ട് വീണ്ടും എഴുതി കാണിക്കുന്നു. അത് ആദ്യം കാണിച്ച ചെറിയക്ഷരം, രണ്ടാമത് കാണിക്കുന്നത് വലിയ അക്ഷരം. അങ്ങനെ ഒന്നിന് താഴെ ഒന്നായിട്ട് ആ രണ്ടും എഴുതി ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാനത് ഇങ്ങനെ ഉറക്കത്തിൽ വായിക്കുക. ഞാൻ വായിച്ചു വരുന്നു, താഴെ ഒരു പേരും 2 നമ്പരും. അടുത്തത് വായിച്ചു, താഴെ ഒരു പേരും 2 നമ്പരും. ഇതെനിക്ക് എന്റെ മൈൻഡിലേക്ക് ഇത് കയറി കഴിഞ്ഞപ്പോൾ ഇതങ്ങ് മാഞ്ഞു പോവുകയും ഞാൻ ഉണരുകയും കൂടെ. ഞാൻ ഉണർന്നു, പെട്ടെന്ന് എപ്പോ ഉണർന്നാലും മൊബൈൽ എടുത്ത് സമയം നോക്കും. അന്ന് 2:30 മണി സമയമേ വെളുപ്പിനെ ആയിട്ടുള്ളൂ. പക്ഷെ ഈ 2:30 മണി സമയത്ത് ഞാൻ ഉണർന്നപ്പോഴും എന്റെ മനസ്സിൽ ആ തലേദിവസം രാത്രിയിൽ ഉണ്ടായിരുന്ന ചിന്തയില്ല. മരിക്കാനായിട്ട് തയ്യാറിട്ട് ഇരുന്നതായിട്ടുള്ള ആ ചിന്ത എന്റെ മനസ്സിലില്ല. അപ്പോൾ ഞാൻ എന്റെ മനസ്സിലേക്ക് വന്ന് എന്നെ ആരെ കയ്യെ പിടിച്ച് നടക്കുന്നതായിട്ട് ഞാൻ കണ്ടല്ലോ, ഇവിടെ ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളല്ലോ, ആ സ്വപ്നം കണ്ടതായിരിക്കും എന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ കിടക്കാൻ തുടങ്ങുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആ എഴുതി വന്നത് കണ്ടപ്പോൾ ഞാൻ ആ പേരും നമ്പരും പെട്ടെന്ന് മൊബൈൽ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അവിടെ വന്നത്, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇതെന്തോ എനിക്ക് മനസ്സിലായില്ലെന്നും ഞാൻ വീണ്ടും അടുത്തതടിച്ചു. യെശയ്യാവ് 41:13 അടിച്ചു കൊടുത്തു. അവിടെ എഴുതി വന്നത്, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കരം പിടിച്ചു, നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചു, ഇതെന്ന സംഭവം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുള്ളത് ശിവനും പാർവതിയും സുബ്രഹ്മണ്യനും കൃഷ്ണനും ഭദ്രകാളിയും സരസ്വതി ഇവരെയൊക്കെയാണല്ലോ ഞാൻ പേര് പറഞ്ഞിട്ടുള്ളത്. ഇതെന്തോ ഇങ്ങനെ നിന്റെ ദൈവമായ യഹോവ എന്ന് പറയുന്നു, ഞാൻ ഇങ്ങനൊന്നും അറിയത്തില്ല, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഇതാരാ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് അതിനെ കൂടുതൽ ചിന്തിക്കാതെ ഞാൻ കിടക്കാൻ പോയി. ഞാൻ അന്ന് സുഖമായിട്ട് ഉറങ്ങി. രാത്രിയിൽ ഞാൻ സുഖമായിട്ട് ഉറങ്ങി. രാവിലെ ഞാൻ ഉണരുമ്പോൾ 7-8 മണി. എന്നും ഞാൻ 5 മണിയാകുമ്പോൾ ഉണരുന്ന ഞാൻ ഉണർന്നപ്പോൾ 7-8 മണിയോടെ. ഉണർന്നു കഴിഞ്ഞ് ഞായറാഴ്ച ദിവസമായിരുന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റോഡിൽ ഇറങ്ങിയപ്പോൾ തൊട്ടടുത്തുള്ള ഒരു അസംബ്ലീസ് ബോർഡ് ഓഫ് ചർച്ചിലെ പാസ്റ്ററുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു. ആ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഇന്നലെ രാത്രി ഞാനൊരു സംഭവം കണ്ടു. ആ പാസ്റ്റർ എന്നോട് ചോദിച്ചു, അങ്കിൾ എന്താണ് കണ്ടത്? ഞാൻ പറഞ്ഞു, എന്നെ ഇന്ന പോലെ കയ്യെ പിടിച്ചുകൊണ്ട് ഒരാൾ നടക്കുന്നതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് കുറെ കാര്യങ്ങൾ എഴുതി ഇങ്ങനെ കാണിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താണ് കണ്ടതെന്ന് ചോദിച്ചു. ഞാൻ ഇപ്പോൾ എങ്ങനെ ആ വാക്യങ്ങൾ പറഞ്ഞു അതുപോലെ ആ പാസ്റ്ററോട് പറയുകയാണ്, ഞാൻ കണ്ടത് ഇതാണ്, ഭ്രമിച്ചു നോക്കണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പിന്നെ കണ്ടത്, നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലങ്കരം പിടിച്ചു,
ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയും. അപ്പൊ ആ പാസ്റ്റർ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, അങ്കിള് ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല. ഭാഗവതം തന്നെ ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല. അതിനകത്ത് പോലും എനിക്ക് വായിക്കാൻ അറിയത്തില്ല. പിന്നെ ഞാൻ ഇവിടുന്ന് ബൈബിൾ വായിക്കാനാണ് പാസ്റ്റർ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അല്ല, ബൈബിൾ വായിച്ച് പഴക്കമുള്ള ഒരാൾ പറയുന്നത് പോലെയാണ് അങ്കിള് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വായിച്ചതല്ല, ഞാൻ പഠിച്ചതല്ല, ഞാൻ കണ്ടിട്ടുള്ളതല്ല. പക്ഷെ ഇന്നലെ രാത്രിയിൽ എന്റെ മുന്നിൽ കാണിച്ച ആ വാക്യങ്ങൾ എന്താണെന്ന്, വചനമാണെന്ന് എനിക്കറിയില്ല. ആ കണ്ട വാക്യങ്ങൾ എന്റെ മനസ്സിൽ ബൈഹാർട്ടായി. ഞാൻ അതിപ്പോ പാസ്റ്ററോട് പറഞ്ഞു. അത്രേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞു. ആ പാസ്റ്റർ നേരം പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, അങ്കിൾ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, സ്വർഗത്തിലെ ദൈവമാണ് അങ്കിളിന്റെ കരം പിടിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലെ ദൈവം എന്ന് ഇങ്ങനെ അറിയുന്നതെന്ന് വെച്ചു. ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ദൈവം. ഞാൻ കണ്ടിട്ടുള്ളത് ചെറിയനാട്ട് അമ്പലത്തിലെ ദൈവം, മാവേലിക്കര അമ്പലത്തിലെ ദൈവം, ചെങ്ങന്നൂർ അമ്പലത്തിലെ ദൈവം, ചെട്ടികുളങ്ങര അമ്പലത്തിലെ ദൈവം. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. സ്വർഗത്തിലെ ദൈവം എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിക്കും പാസ്റ്റർ എന്ന് ചോദിച്ചു. ഉടനെ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ, അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വിചാരിച്ച അമ്പലങ്ങളിൽ പൂജാരിമാർ മന്ത്രം ചൊല്ലുന്ന എന്തോ പരിപാടിയാണ്. പക്ഷേ ആ ഭാഷ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, അങ്കിളുടെ കരം പിടിച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. അതിന് തെളിവ് അങ്കിളിന് വിശ്വാസം വരാനായിട്ടാണ് ആ 13-ാമത്തെ വചനം തന്നിരിക്കുന്നത്. നിന്റെ ദൈവമായ യഹോവയെന്ന് ഞാൻ നിന്റെ വലങ്കരം പിടിച്ചു എന്ന്. ആദ്യം വലങ്കരം പിടിച്ചു നടക്കുന്നതായിട്ട് കാണിച്ചു. രണ്ടാമത് വചനം കാണിച്ചപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ ഉറപ്പു തരാനായിട്ടാണ് തമ്പുരാൻ ആ വചനം തന്നെ കാണിച്ചതേ എന്ന് ആ ദേവദാസനോട് പറയുവാൻ ഇടയുണ്ടായി. അങ്ങനെ ഞാൻ അതിനുശേഷം, സത്യം പറഞ്ഞാൽ, അന്ന് രാത്രി ആ ദർശനം കണ്ടതിന് ശേഷം മറ്റുള്ളവരുടെ ആരുടെയും ഒരു പേരോ ഒരു ഇതോ എന്റെ നാവിൻ തുമ്പത്ത് വന്നിട്ടില്ല. യേശു എന്നുള്ള ഒരു നാമം മാത്രമേ എന്റെ നാവിൽ വന്നിട്ടുള്ളൂ. അന്ന് മുതൽ ഞാൻ ആ ദൈവത്തെ ആരാധിക്കുന്നു, ആ ദൈവത്തെ വിശ്വസിക്കുന്നു. ബൈബിൾ വായിക്കാൻ എനിക്കറിയത്തില്ലായിരുന്നു. ബൈബിളിനകത്തിലെ വാക്യങ്ങൾ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആരെങ്കിലും എന്തേലും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ബൈബിൾ മേടിച്ചതിന് ശേഷവും ബൈബിൾ തുറന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവരും പെട്ടെന്ന് വചനം എടുത്തിട്ട് വായിക്കും. പക്ഷെ ചർച്ചിൽ പാസ്റ്റർ പറയുമ്പോൾ ഞാൻ ആദ്യത്തെ പേജിൽ, ആമുഖത്തിൽ പേജ് തപ്പിയിട്ട് ആ പേജ് എടുത്തും വെച്ച് പാസ്റ്റർ പറഞ്ഞ് നമ്പർ നോക്കിപ്പോയി അങ്ങനെ എടുക്കുന്നത്. അങ്ങനെ ഞാൻ ബൈബിൾ എന്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തു. അവിടുന്ന് ഇപ്പൊ പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബുക്കിൽ എടുക്കുന്നതിലും പെട്ടെന്ന് മൊബൈലിനകത്ത് നിന്ന് ബൈബിളിന്റെ വചനം എടുക്കാൻ പറ്റും. അത്രയും പ്രാർത്ഥിച്ചു. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ ചർച്ചിൽ പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം, ഇത് രണ്ടും മാത്രം പറയത്തുള്ളായിരുന്നു. അങ്ങനെ ഞാൻ ഇരുന്നു. എന്നെ ആരും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല, ആരും പറഞ്ഞു തന്നിട്ടില്ല. ഇങ്ങനെ പറയണം, ഇങ്ങനെ പറയുന്നത്. ഞാൻ കൈയും കൂപ്പിയിരിക്കും, ഹല്ലേലൂയ, സ്തോത്രം പറയും. കാരണം എന്റെ മനസ്സിലൊരു വിചാരമുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലേലും എന്നെ വിളിച്ചുകൊണ്ടുവന്ന് ഈ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്ന ആ ദൈവം ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കും. ആ ദൈവത്തിനറിയാം ഇവൻ കൈകൂപ്പിയിരുന്നാലും ഇവൻ എന്നോട് പറയുന്നത് എന്താണ്. അപ്പൊ പിന്നെ ഞാൻ മറ്റുള്ളവർ വാവിച്ച് പറയുന്ന മാതിരി എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഹല്ലേലൂയ സ്തോത്രേ പറയുന്നുള്ളൂ. അപ്പൊ ആ ദൈവത്തിനറിയാം ഞാൻ എന്താണ് ആ ദൈവത്തോട് പറയുന്നത്. എന്റെ മനസ്സിലെ ഇത് മനസ്സിലാക്കാൻ ആ ദൈവത്തിന് കഴിയും. അങ്ങനെ ഞാൻ വിശ്വസിച്ചു പോന്നു. അതിനുശേഷം ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷവും എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞാൻ സ്നാനപ്പെടുമ്പോൾ 7 ദിവസം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ എന്റെ ഒരൊറ്റ പ്രാർത്ഥന ഇതുമാത്രമായിരുന്നു. അന്ന് 7 ദിവസം ഉപവാസത്തിന് ഇരിക്കുമ്പോഴും, ദൈവമേ, എല്ലാവരും പറയുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അങ്ങനെയെങ്കിൽ എനിക്ക് പൂർണ്ണ അഭിഷേകം പ്രാപിച്ച് സ്നാനക്കുളത്തിൽ ഇറങ്ങണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേങ്കിൽ എനിക്ക് സ്നാനക്കുളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് അഭിഷേകം പ്രാപിക്കാൻ പറ്റിയില്ല. പക്ഷെ ദൈവസാന്നിധ്യം ഞാൻ ഒരുപാട് അനുഭവിച്ചു. സ്നാനക്കുളത്തിൽ പോലും ഞാൻ ദൈവസാന്നിധ്യം അനുഭവിച്ചു. പക്ഷെ എനിക്ക് അഭിഷേകം അന്ന് കിട്ടിയില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പോ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണമേ ദൈവമേ. അങ്ങനെ ദൈവം എന്റെ വായിൽ കുറച്ച് വാക്കുകൾ തരാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ 7 ദിവസം ഉപവാസം ഇരുന്നു. ആ ഉപവാസത്തിൽ എനിക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ജോലി വേണമെന്ന് പ്രാർത്ഥിച്ചു. ആ ജോലി എനിക്ക് ദൈവം തന്നു. അത് കഴിഞ്ഞ് ഞാൻ 10 മണിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തമ്പുരാന്റെ രക്തം ജയം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ നാവിൽ അന്യഭാഷ അടയാളവും ദൈവം തന്നു.
എന്നെ റൂമിൽ, എന്റെ സ്വന്തം ബെഡ്റൂമിൽ വന്ന് എന്റെ കരം പിടിച്ച് ആ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്ന അതേ ദൈവം റൂമിൽ തന്നെ ഒരു ദൈവദാസനോ ഒരു പ്രവാചകനോ എന്റെ തലയിൽ കൈവെക്കാതെ എന്റെ തമ്പുരാൻ തന്നെ ഞാൻ രക്തം ജയം പറയുമ്പോൾ എന്റെ നാക്കു കുഴയുകയും എനിക്ക് അന്യഭാഷ അടയാളം എന്റെ നാവിൽ എന്റെ ദൈവം തരികയും ചെയ്തു. ഇന്ന് ഞാൻ ആ കിട്ടിയ അന്യഭാഷ വെച്ച് ആ വാക്കുകൾ വെച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ അതിസന്തോഷമാണ്. ഞാൻ സീറോ ആയിപ്പോയി, പൂർണ്ണ സീറോ ആയിപ്പോയി. പക്ഷേ എങ്കിൽ ഞാൻ ഇന്ന് എല്ലാവരോടും പറയും, ഞാൻ സീറോയല്ല, ഞാൻ ഹീറോയാണ്. കാരണം ജീവിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് എന്റെ സമ്പത്തൊന്നുമല്ല വലുത്, എനിക്ക് എന്റെ ദൈവമാണ്. ആ ദൈവമാണ് ഇന്ന് എന്നെ ഞാൻ ഹീറോയായിട്ട് നടക്കുന്നതിന് മുഖ്യ കാരണം എന്റെ അപ്പനാണ്. ആ ദൈവം ഇന്ന് എന്റെ കൂടെ ഏത് സമയവും ഉണ്ട്. ഞാൻ ഈ പറയുന്ന സമയവും ദൈവം എന്നോടൊപ്പം ഉണ്ട്, എന്റെ അടുത്തുണ്ടെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം നമ്മളെ കരം പിടിച്ചു കൊണ്ടുവന്ന ദൈവൻ വഴിയിൽ വിട്ടേച്ചു പോകത്തില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം അതെനിക്കുണ്ട്. ഞാൻ ഇന്ന് എല്ലാ ദൈവമക്കളോടും പറയും, നിങ്ങൾ ഓരോരുത്തരോടും അറിയാത്തവരോടും പറയും, ദൈവമേ നിങ്ങൾ ഈ ദൈവത്തെ അറിയണം. കാരണം ഞാൻ ഇത്രയൊക്കെ ഇതായിട്ട് കിടന്നിരുന്നിടത്ത് നിന്നും എന്നെ ആരും, ഞാൻ ആരാധിച്ചിരുന്നവരാരും വന്നില്ല കൈപിടിച്ച് കരകയറ്റാൻ. പക്ഷേങ്കിൽ എന്റെ ദുഃഖത്തിൽ എന്റെ കണ്ണീരൊപ്പാൻ എന്റെ കിടക്കയിൽ വന്ന് എന്റെ കരം പിടിച്ച് ജീവിച്ചിരിക്കുന്ന ഈ ദൈവമാണ്. എനിക്കതെന്റെ വീട്ടിൽ പറയാനും സാഹചര്യം 2 ദിവസം മുന്നേ ഒത്തു. എന്റെ കുടുംബത്തിൽ, ഞാൻ ജനിച്ചു വളർന്ന കുടുംബത്ത് പോയി ഞാൻ പറഞ്ഞു, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇന്ന് പുസ്തകം ബൈബിൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലാകുന്നത്. യിരെമ്യാ പ്രവാചകനിൽ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ദൈവം എന്നെ, ഞാൻ ജനിക്കുന്നതിനും അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നതിന് മുമ്പേ ഈ ദൈവം എന്നെ അറിഞ്ഞിരുന്നു. ഞാൻ ഇങ്ങനെയാകുമെന്നും ഇന്ന വർഷത്തിൽ ഇത്രാം തീയതി നീ എന്നെ അറിയുമെന്നും എല്ലാം ഈ ദൈവം എഴുതി വെച്ചിരുന്നു. അതുപോലെ തന്നെ ആയിരുന്നു സംഭവിച്ചത്. 2023 ജൂലൈ മാസം അവസാന ശനിയാഴ്ചയുടെ രാത്രി യാമങ്ങളിൽ ആ ദൈവത്തിനെ അറിയാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ദൈവത്തെ ഞാൻ സ്വന്തം രക്ഷിതാവായും കർത്താവായും സ്വീകരിച്ചാണ് ഞാൻ സ്നാനം സ്വീകരിച്ചത്. ഇന്ന് ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, എന്റെ ഈ സമ്പത്തൊക്കെ പോയത് ഈ ദൈവത്തിനെ അറിയാനായിട്ടുള്ള ഒരു ഒറ്റ വഴിയായി. അത് പോയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നും ആ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോയതിന് ഈ ദൈവത്തെ അറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം പോകാൻ ഇടയായത് അത് ബൈബിൾ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്, ഞാൻ തന്നെയാണ് നിന്റെ ജീവിതത്തിൽ ഇതെല്ലാം വരുത്തിയത്. പക്ഷേങ്കിൽ അന്നും പിശാച് ഇടപെട്ടപ്പോഴും പിശാചിനോട് പറഞ്ഞിരുന്നു, നീ അവന്റെ എല്ലാം എടുത്തു, പക്ഷെ അവനെ മാത്രം കൈവെക്കണം. എന്നിൽ ദൃഷ്ടി വെച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഭൂമുഖത്ത് കാണത്തില്ലായിരുന്നു. പക്ഷെ പിശാചിന് എന്നെ കൈവെക്കാനുള്ള അധികാരം ദൈവം കൊടുത്തില്ല. ആ തിരുരക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ കാത്തു പരിപാലിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് ജീവനോടെ ദൈവത്തിന്റെ ഒരു സാക്ഷിയായി ഇവിടെ ഇരിക്കുന്നു. ആ ദൈവം എത്ര വലിയവനാണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അതിനുശേഷം എനിക്ക് പല അസുഖങ്ങൾ വന്നു. പനി വന്നു, തൊണ്ടയ്ക്ക് വേദന വന്നു. അന്നേരം എല്ലാം ഞാൻ കൈവെക്കും. തൊണ്ടയ്ക്ക് വേദന വരുമ്പോൾ ഞാൻ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് അപ്പൊ ഞാൻ പോകത്തില്ല, എനിക്ക് സൗഖ്യം. ഞാൻ പറയുന്ന സമയം തന്നെ എന്റെ തൊണ്ടയ്ക്ക് വേദന മാറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്റെ ജീവിതത്തിൽ ദൈവം ചെറിയ ചെറിയ അത്ഭുതങ്ങൾ ചെയ്തു. പക്ഷെ എനിക്കത് വലിയ വലിയ അത്ഭുതമാണ്. കാരണം ഞാൻ ഒന്നുമല്ല, ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ മുട്ടയിൽ വലിയുന്ന പ്രായവും ഇഴഞ്ഞു നടക്കുന്ന പ്രായമാണ്. കരം പിടിച്ചപ്പൻ എന്നെ നടത്തി പഠിപ്പിക്കണം, ആ പ്രായമേ ഞാൻ ആയിട്ടുള്ളൂ. നമ്മളൊക്കെ അച്ഛന്റെ അമ്മയുടെയും കരം പിടിച്ച് നടക്കുന്ന പോലെ പിച്ച നടക്കുന്ന ആ പ്രായമേ ഞാൻ ആയിട്ടുള്ളൂ തമ്പുരാന്റെ മുന്നിൽ. ആ ദൈവം എന്നെ കൊണ്ട് എന്നിലൂടെ പലരിലും അത്ഭുതം ചെയ്തു. സൗഖ്യം കൊടുത്തു, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്തു. പല രാജ്യങ്ങളിൽ ദൈവം എന്നിലൂടെ പ്രവർത്തിച്ചു. ആദ്യമായിട്ട് തന്നെ ഞാൻ ഒരു ശുശ്രൂഷ ചെയ്യുന്നത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ
ഒരു സഹോദരൻ നെഞ്ചുഭാരത്താൽ വേദനപ്പെടുമ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് നെഞ്ചിന് ഭയങ്കര വേദന, ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുവാണെന്ന്. അപ്പോൾ എന്റെ മനസ്സ് പറഞ്ഞു പ്രാർത്ഥിക്കാൻ. ഞാൻ പ്രാർത്ഥിച്ചു, വിളിച്ചു മാറ്റി നിർത്തി ഞാൻ നെഞ്ചത്ത് കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അസാധാരണമായ ദൈവസാന്നിധ്യം അനുഭവപ്പെട്ടു. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു പ്രാർത്ഥന നിർത്തിയിട്ട് ആ സഹോദരനോട് ചോദിച്ചു എങ്ങനെയുണ്ട്. അപ്പോൾ ആ സഹോദരനോട് പറഞ്ഞു, ചേട്ടൻ സ്വർഗീയ തീ എന്റെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ശരീരത്ത് ഭയങ്കര ഒരു പെരുപ്പ് അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് ചേട്ടൻ കൈ വെച്ചിരുന്നിടത്ത് കൂടി അകത്തേക്ക് ഒരു തണുപ്പ് കയറുകയായിരുന്നു. എന്നോട് നന്ദി പറഞ്ഞാൽ പറഞ്ഞു, എന്നോടല്ല നന്ദി പറയേണ്ടത്, ദൈവത്തോട് നന്ദി പറ. ഇതൊന്നും എന്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാണ്. അതിൽ നിന്ന് ഒന്നെനിക്ക് മനസ്സിലായി, ദൈവം എന്നെ കണ്ടിരുന്നത് എന്തോ ദൈവത്തിന്റെ പ്ലാനോ പദ്ധതിയോ ഉണ്ടായിരുന്നു. ഇന്ന് പലരും ശുശ്രൂഷിക്കുന്ന കാണുമ്പോൾ എന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് ഇറങ്ങണം. അങ്ങനെ ആ ശുശ്രൂഷ എന്നിലൂടെ ദൈവം ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഒരു ഷോൾഡറിന് വേദനയായിട്ട് നിൽക്കുന്ന ഒരു സഹോദരൻ, ആ സഹോദരനെയും ഞാൻ വിളിച്ച് കൈവച്ചു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ സഹോദരൻ എന്നോട് പറഞ്ഞു, ചേട്ടൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വേദന ഇങ്ങനെ ഇറങ്ങി വിരലിന്റെ തുമ്പത്ത് കൂടി പോയി. അത് ആ സഹോദരൻ അനുഭവിച്ചു. അതിനുശേഷം ആ സഹോദരനും സന്തോഷമായി. അവിടെയും ദൈവം അത്ഭുതം ചെയ്തു. അത് കഴിഞ്ഞ് എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത്, പാലക്കാട്ടുള്ള ഒരു സഹോദരന് വേണ്ടി ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ മുന്നിലില്ല, ഒന്നുമില്ല, ജസ്റ്റ് ഫോണിൽ കൂടെ സംസാരിച്ച് സൗഖ്യം കൊടുത്തു ദൈവം. ഷുഗർ ബാധിതനായി ഭാരപ്പെട്ട് കാലിന് ഭയങ്കരമായ വേദന. ആ വേദനയോടുകൂടി ഇരിക്കുമ്പോൾ എന്നോട് ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു, ഇന്ന പോലെ ഒരു സഹോദരൻ ഭാരപ്പെടുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ സഹോദരന്റെ നമ്പർ മേടിച്ചു, സഹോദരനെ വിളിച്ചു. ആദ്യം ഞാൻ ചോദിച്ചു, ഇത്രയേ ഉള്ളൂ, യേശുവിനെ വിശ്വാസമുണ്ടോ? കാരണം അദ്ദേഹത്തിന്റെ പേര് ഹിന്ദു പേരായിരുന്നു. ഞാൻ ചോദിച്ചു, യേശുവിനെ വിശ്വാസമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പ്രാർത്ഥന നിർത്തിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം എന്റെ മനസ്സിൽ തന്ന ആലോചന പറഞ്ഞു, നിങ്ങളുടെ അസുഖമെല്ലാം മാറും, നിങ്ങളുടെ മരുന്ന് ഡോക്ടർ എടുത്തു കളയുന്നു. അങ്ങനെ രണ്ടാമത്തെ ദിവസം ആ സഹോദരൻ ടെസ്റ്റിന് പോയിട്ട് വന്നു. എന്നോട് പറഞ്ഞു, കാലിന്റെ വേദന കുറഞ്ഞു, ഡോക്ടർ 2 മരുന്ന് എടുത്തു കളഞ്ഞു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാനൊരു കൺവെൻഷൻ കഴിഞ്ഞിട്ട് വൈകിട്ട് നിൽക്കുമ്പോൾ ആ സഹോദരന്റെ മെസ്സേജ് എനിക്ക് വന്നു വാട്സാപ്പിൽ, ബ്രദറെ ഞാൻ ഇന്ന് ലാസ്റ്റ് ചെക്കപ്പിന് പോയിരുന്നു, ഞാൻ കംപ്ലീറ്റ് നോർമലായി, എന്റെ മരുന്നെല്ലാം ഡോക്ടർ എടുത്തു മാറ്റി, എനിക്ക് യാതൊരു അസുഖവും. അവിടെയും ദൈവം എന്നിലൂടെ അത്ഭുതം ചെയ്തു. അത് കഴിഞ്ഞ് ദൈവം എന്നിലൂടെ ചെയ്തത്, ഷാർജയുടെ മണ്ണിൽ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ഷാർജയുടെ മണ്ണിൽ അത്ഭുതം ചെയ്തു. അതിന് ഒരു വിശ്വാസ കുടുംബത്തിലുള്ള ഒരു സഹോദരനെ എല്ലാവരും കൂടെ ചേർന്ന് ദുബൈയിലേക്ക് പറഞ്ഞു വിട്ടു. വിസിറ്റിംഗ് വിസ 1 മാസത്തെ, പോയിട്ട് 10 ദിവസത്തിൽ കൂടുതലായി. അപ്പോഴാണ് രാജസ്ഥാനിലുള്ള ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, സഹോദര ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട്, പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, അത്ഭുതം നടക്കുമെന്ന്. ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അവിടെ അത്ഭുതം നടക്കും. അങ്ങനെ ആ സഹോദരന്റെ പേര് മേടിച്ചു. ഞാൻ വ്യക്തിപരമായിട്ട് എന്റെ പ്രാർത്ഥനയിൽ ആ സഹോദരന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 16-17 ദിവസം കഴിഞ്ഞു. ഈ പാസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു, ഒന്നും ശരിയായിട്ടില്ല സഹോദരന്റെ. ഞാൻ പറഞ്ഞു, ദൈവം അത്ഭുതം ചെയ്യും. അപ്പോഴെന്നോട് ഈ പാസ്റ്റർ പറഞ്ഞു, അത്ഭുതം ചെയ്യും എന്ന് പറയുന്നു, പക്ഷെ ഇതുവരെയും അത്ഭുതം നടന്നില്ലല്ലോ. ഞാൻ അന്നേരവും പാസ്റ്ററോട് പറഞ്ഞു, അത്ഭുതം നടക്കും. അവിടുന്ന് ഈ പാസ്റ്റർ, ഞാൻ ചോദിച്ചു, പാസ്റ്റർ എത്ര വർഷമായിട്ട് ദൈവവേല ചെയ്യുന്നു? അപ്പൊ എന്നോട് പറഞ്ഞു, 31 വർഷമായിട്ട് ചെയ്യും. അപ്പൊ എനിക്കങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു, പാസ്റ്റർ തന്നെ പ്രാർത്ഥിച്ചാൽ മതി, എന്നോട് എന്തിനാ പറയുന്നത്? പക്ഷെ ഞാനത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, അത്ഭുതം നടക്കും. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് ദിവസങ്ങൾ കടന്നുപോയി. 3-4 ദിവസം ബാക്കിയുള്ളപ്പോഴും ഈ പാസ്റ്റർ എനിക്ക് മെസ്സേജ് ഇട്ടു, അവരുടെ കുടുംബത്തിൽ ഭയങ്കര ദാരിദ്ര്യമാണ്, കുടുംബത്തിൽ മാതാപിതാക്കൾ രോഗത്താൽ ഭാരപ്പെടുന്നു, സാമ്പത്തികമില്ല, ഈ സഹോദരനെ അയച്ചത് തന്നെ ഭയങ്കരമായി കടബാധ്യതയിലാണ്, വിസിറ്റിംഗ് വിസയിലാണ് പോയിരിക്കുന്നത്, ഇതുവരെയും ജോലിയായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഞാൻ അന്നേരവും പറഞ്ഞു, അത്ഭുതം നടക്കും.
അവിടുന്ന് പാസ്റ്റർ പറഞ്ഞു, ഇതുവരെയും ഒന്നും നടന്നില്ല, ഇനി എന്ത് നടക്കാനാണ്, വെറും 4 ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഞാൻ പറഞ്ഞു, പാസ്റ്റർ 31 വർഷമായിട്ട് ദൈവവേല ചെയ്യുന്നു, പാസ്റ്റർക്ക് അല്പം പോലും വിശ്വാസം ഇല്ലയോ? പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് പാസ്റ്ററെ, അത്ഭുതം നടക്കും എന്ന് പറഞ്ഞു. അവിടെ നിന്നും 2 ദിവസം ബാക്കി 2 ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഈ പാസ്റ്റർ രാവിലെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, ആ പയ്യൻ എങ്ങനെയും തിരിച്ചു പോരണം. ഒന്നും നടന്നില്ല. ഞാൻ അന്നേരവും പറഞ്ഞു, അത്ഭുതം നടക്കും. അപ്പോൾ ഈ പാസ്റ്റർ എന്നോട് എന്തോ പറയണമെന്ന് അറിയത്തില്ല, പാസ്റ്റർ എന്നോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, അത്ഭുതം നടക്കും. 2 ദിവസം ബാക്കി, അതായത് ഇന്നൊരു ദിവസം, നാളെ ഒരു ദിവസം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആ പയ്യൻ തിരിച്ചു പോരണം. വിസയ്ക്ക് തിരിച്ചു വരാൻ, ഈ ടിക്കറ്റ് എടുത്ത് പോരണം. ഈ വിസ അവിടെ റിട്ടേൺ എയർപോർട്ടിൽ കൊടുത്തിട്ട് പയ്യൻ തിരിച്ചു പോകണം. പക്ഷെ തിരിച്ചു വരാൻ ടിക്കറ്റ് എടുക്കാൻ കാശില്ല. എങ്ങനെ വരും? അതാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ദൈവം അത്ഭുതം ചെയ്യും. അവിടെ നിന്നും അന്ന് വൈകിട്ട് 4:30 ആയപ്പോ, 4:30 3 മണി എങ്ങാണ്ട് ആയപ്പോൾ, ഉച്ച കഴിഞ്ഞ നേരത്ത് എനിക്കൊരു മെസ്സേജ് വന്നു. ഈ സഹോദരനുമായിട്ട് അവിടെ ഒരു ആൾ ബന്ധപ്പെട്ടു. ഞാൻ ചോദിച്ചു, എന്നിട്ട് എന്തായി? ആ ആൾ ഈ സഹോദരന് 2 മാസത്തെ സ്തോത്രം അസാധാരണമായ ദൈവ സാന്നിധ്യം ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നടക്കുന്നു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവമേ സ്തോത്രം. സ്തോത്രം. ആ പരിചയപ്പെട്ട ആൾ ഈ സഹോദരന് 2 മാസത്തെ വിസ എടുത്തു കൊടുക്കാൻ ഫ്രീ ആയിട്ടൊന്ന് സമ്മതിച്ചു. ഞാനപ്പോ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ അത്ഭുതമല്ലേ നടന്നു? പാസ്റ്ററെ, പരിചയമില്ലാത്ത ഒരു ദേശത്ത് ഒരു സഹോദരന് 2 മാസത്തെ വിസിറ്റിംഗ് വിസ എടുത്തു കൊടുക്കാൻ ഒരാൾ മുന്നോട്ട് വന്നെങ്കിൽ, പാസ്റ്ററെ, ഏലിയാവിനെ കാക്കയെ കൊണ്ട് ആഹാരം കൊടുത്ത് ആ കാക്ക ജീവിച്ചിരിപ്പുണ്ട് പാസ്റ്ററെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ആര് പോയിട്ട് 2 മാസത്തെ ഫ്രീക്ക് പൈസ പോലും വേണ്ടാന്ന്, ചെലവ് വേണ്ട, ഞാൻ എടുത്തോളാമെന്നും പറഞ്ഞെന്ന് വിസ എടുത്തു കൊടുക്കും. അവിടെ ദൈവ അത്ഭുതമല്ലേ പാസ്റ്ററെ ചെയ്തേ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വൈകിട്ട് രാത്രി എനിക്ക് മെസ്സേജ് വന്നു. അവിടുത്തെ ഒരു യൂത്ത് സംഘടന ഈ സഹോദരന്റെ കംപ്ലീറ്റ് ജോലി കിട്ടുന്നിടം വരെയുള്ള ചെലവ്, താമസ സൗകര്യം അവരേറ്റെടുത്തു. ഞാൻ അപ്പോഴും പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ അത്ഭുതമല്ലേ അവിടെ നടന്നത്? ഞാൻ അത്ഭുതം നടക്കും എന്ന് പറഞ്ഞപ്പോ പാസ്റ്റർ എന്നോട് എന്താ പറഞ്ഞു? ഇതുവരെയും അത്ഭുതം നടന്നില്ല, പറയുന്നതേ ഉള്ളൂ. പാസ്റ്ററെ, ഞാൻ ഒരു കാര്യം കൂടി പാസ്റ്ററോട് ചോദിച്ചു. പാസ്റ്ററെ, പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ട് ആൾക്കാർ വന്നപ്പോൾ, യേശുവിന്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റാതെ വന്നപ്പോൾ, മേൽക്കൂര ഇളക്കി അദ്ദേഹത്തെ താഴെ ഇറക്കി വെച്ചപ്പോൾ ദൈവം സൗഖ്യം കൊടുത്തത് ആ പക്ഷവാതക്കാരന്റെ വിശ്വാസം കണ്ടിട്ടായിരുന്നോ, ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടിട്ടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ച പാസ്റ്റർക്ക് ഒരക്ഷരം എന്നോട് പറയാനില്ലായിരുന്നു. ചുമന്നു കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ടല്ലേ പാസ്റ്ററെ ദൈവം അവിടെ ആ ആളിന് സൗഖ്യം കൊടുത്തതേ എന്ന് ചോദിച്ചു. പാസ്റ്റർക്ക് എന്നോടൊന്നും പറയാനില്ലായിരുന്നു. അങ്ങനെ ആ സഹോദരന് 2 മാസം ജോലി കിട്ടുന്നിടം വരെ, ഈ വിസ തീരുന്നിടം വരെയും ജോലി കിട്ടിയില്ലെങ്കിൽ, ആ ജോലി കിട്ടുന്നിടം വരെ ഈ യൂത്ത് സംഘടന ആ സഹോദരന്റെ താമസ സൗകര്യം, ഭക്ഷണം, എല്ലാ ചെലവും ഏറ്റെടുത്തു. അപ്പോഴവിടെ ദൈവം മഹാ അത്ഭുതമല്ലേ ചെയ്തത്? അതെ, എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം അവിടെയും ബല തന്നു. അവിടെയും ദൈവം എന്റെ പ്രാർത്ഥനയിലൂടെ അത്ഭുതം ചെയ്തു. ഞാൻ പറയത്തില്ല എന്റെ തന്നെയാണ്, പലരും പ്രാർത്ഥിച്ചു കാണും. പക്ഷെ ദൈവം അവിടെ അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു, അത്ഭുതം നടന്നു. ഞാൻ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയെ ഞാൻ വിശ്വസിച്ചു. പക്ഷെ പാസ്റ്റർക്ക് വിശ്വാസം ഇല്ലായിരുന്നു. 31 വർഷമായിട്ട് ദൈവവേല ചെയ്യുന്ന പാസ്റ്റർക്ക് വിശ്വാസമില്ലായിരുന്നു. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ സഹോദരന് ഇനിയും അത്ഭുതം ചെയ്യും, നടക്കും പാസ്റ്ററെ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട് ആ സഹോദരന് വേണ്ടി. ആ സഹോദരന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലി കിട്ടി. അവിടെ ട്രാവൽ ഏജൻസി ജോലി ചെയ്യുന്നവർക്ക് താമസ സൗകര്യമോ ശാപ്പാടോ കമ്പനി കൊടുക്കത്തില്ല, അവരുടെ ശമ്പളം മാത്രമേ ഉള്ളൂ. അങ്ങനെ പയ്യൻ ഷാർജയിൽ താമസിക്കുന്നു, അജ്മാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്യുന്നു. 2 വണ്ടി മാറി കയറി വരണം. അത് എന്നോട് ഇത് പറഞ്ഞു, ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു, ദൈവം അത്ഭുതം ചെയ്യുമെന്ന്. അങ്ങനെ ഒരു ദിവസം ഈ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ട്രാവൽ ഏജൻസിയുടെ ബോസ് സ്വന്തം കാറിൽ സഹോദരനെയും കയറ്റി ഷാർജയിൽ അവന്റെ റൂമിൽ ചെന്നിട്ട്
അവന്റെ സാധനങ്ങളെല്ലാം കാറിൽ കയറ്റി തിരിച്ചജുമാനി കൊണ്ടുവന്നു. ഈ ട്രാവൽ ഏജൻസിയുടെ ഓഫീസിന്റെ മേളിൽ ഒരു ബെഡ് സ്പേസ് സ്വന്തം ചെലവിൽ തയ്യാറാക്കി കൊടുത്തു. ആ മുതലാളി തന്നെ അതിന്റെ ചെലവ് വഹിച്ചു. അവിടെയും ദൈവാത്ഭുതം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ പയ്യന് ആഹാരം അതും ഈ മുതലാളി തന്നെ സ്വന്തം ചെലവിൽ അടുത്തൊരു ഹോട്ടലിൽ മെസ്സ് ഏർപ്പെടുത്തി കൊടുത്തു. അതും അദ്ദേഹം കൊടുത്തോളാം. അപ്പൊ ദൈവം അവിടെ വലിയ മഹാത്ഭുതമാണ്. ആ പയ്യന് കിട്ടുന്ന ശമ്പളം അവൻ കണ്ടമാനം ചെലവാക്കിയില്ലെങ്കിൽ അത് മൊത്തം വീട്ടിലയക്കാം. കൂടിപ്പോയാൽ അവന് സോപ്പോ ചീപ്പോ പൗഡറോ അല്ലെങ്കിൽ തുണിയോ മേടിക്കുന്ന ചെലവ് മാത്രം, ബാക്കി മൊത്തം അവന് വീട്ടിലയച്ച് ദൈവം അവന്റെ മാതാപിതാക്കളെ സംരക്ഷിച്ചു. അപ്പൊ ദൈവം അവിടെ എല്ലാം കൊണ്ടും മഹത്തായ അത്ഭുതമാണ്. ഞാൻ പറഞ്ഞാൽ മഹാത്ഭുതമാണ് ദൈവം ചെയ്തത്. അങ്ങനെ ദൈവം അവിടെ ഭയങ്കരമായ അത്ഭുതങ്ങൾ ചെയ്തു എന്നിലൂടെ. എന്നിട്ട് അവരുടെ മാതാപിതാക്കൾ പെരുമ്പാവൂരിൽ നിന്ന് എന്നെ വിളിച്ച് എന്നോട് ഒരുപാട് നന്ദി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവത്തിനോട് മാത്രം നന്ദി പറഞ്ഞു. ഞാനൊന്നുമല്ല, ഞാൻ വെറും ഒരു ഉപകരണം. ഇതൊന്നും എന്റെ കഴിവല്ല, അവിടുത്തെ കൃപയാണ്. അതുകൊണ്ട് ആ നന്ദിയും സ്തോത്രവും എല്ലാം മേളിലോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ട, ഒന്നും ഞാൻ അർഹനല്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്കറിയാം ഇനിയും ദൈവം എന്നെ അനേകർക്ക് വേണ്ടി ഉപയോഗിക്കണം. ഞാൻ ആ നന്ദിയും മേടിച്ചിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിനുള്ള മഹത്വം ദൈവത്തിന് തന്നെ കിട്ടണം, എനിക്കല്ല കിട്ടണം. ദൈവനാമം മഹത്വപ്പെടണം. ഞാൻ അതിന്റെ നന്ദി മേടിച്ച് മഹത്വത്തിലോടിരിക്കാൻ ഞാൻ ആരുമല്ല. എന്നെ ഇതുവരെയും വഴി നടത്തി ഇതുവരെയും കൊണ്ടുവന്നത് എന്റെ ദൈവമാണ്. രോഗങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ചു. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്റെ ശരീരത്ത് വന്ന് രോഗത്തിന്റെ പറയാം. എനിക്ക് 2 ദിവസം ശബ്ദമില്ലായിരുന്നു. ഞാനിവിടെ ജോലി ചെയ്യുന്നിടത്ത് എന്റെ മുതലാളിമാർ എന്നോട് പറഞ്ഞു, ചേട്ടൻ മറ്റുള്ളവരെ സഹായിച്ചാൽ മതി, ശബ്ദമില്ലല്ലോ, അതുകൊണ്ട് കസ്റ്റമറിനോട് വർത്താനം പറയണ്ട. പക്ഷേങ്കിൽ എന്നിട്ട് എന്നോട് പറഞ്ഞു, തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ പോകാൻ ക്ലിനിക്ക്. ഞാൻ പറഞ്ഞു ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞു മാത്രം അവരെ സമാധാനിപ്പിച്ചു. ഞാൻ റൂമിൽ പോയിരുന്നു, കൈവച്ച് പ്രാർത്ഥിച്ചു. ആദ്യത്തെ ദിവസം പ്രാർത്ഥിച്ചു, ഇത് സൗഖ്യമായില്ല. 2-ാമത്തെ ദിവസം ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അപ്പ നാളെ രാവിലെ എനിക്ക് നന്ദി പറഞ്ഞെഴുന്നേക്കാൻ കഴിയണം, എനിക്ക് സ്തോത്രം പറഞ്ഞെഴുന്നേക്കാൻ കഴിയണം ബെഡേൽ എഴുന്നേൽക്കുമ്പോൾ. അത് ശബ്ദമില്ല, മനസ്സിൽ പ്രാർത്ഥിച്ചു, മനസ്സിൽ പറഞ്ഞു, കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു. തമ്പുരാൻ അവിടെ ഇവന്റെ കണ്ടാൽ ഒച്ച എനിക്ക് തിരിച്ചു തന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരാഴ്ചക്ക് മുമ്പ് എന്റെ പുക്കിളിന്റെ താഴെ, നമ്മുടെ താഴ്ഭാഗത്തു നിന്നുള്ള കാലിന്റെ ജോയിന്റിന്റെ അവിടെ കറക്റ്റ് പുക്കിലിന്റെ താഴെ എനിക്ക് അതിഭയങ്കരമായ വേദന അനുഭവപ്പെട്ടു. കാല് വെച്ച് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ വേദന താഴോട്ട് വന്നു, തൊടാൻ പറ്റുന്നില്ലായിരുന്നു, ഇത്ര വേദനയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. പലരും എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോ. ഞാൻ പറഞ്ഞു എന്റെ ഹോസ്പിറ്റൽ സ്വർഗം, എന്റെ ഡോക്ടർ ദൈവവും, ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവമാണ് എന്റെ ഡോക്ടർ, എന്റെ ഹോസ്പിറ്റൽ സ്വർഗം. ആ ദൈവം എന്നെ വിടുവിക്കുന്നു. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് അവിടെ ആ വേദന ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയേ ഇല്ല. എന്റെ ദൈവം രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചു കിടക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ എന്നെ തൊട്ടു. ഞാൻ പോലും അറിയാതെ ആ അദൃശ്യമായ കരം എന്നെ തൊട്ട് സൗഖ്യം തന്നു. ഞാൻ പല രീതിയിലും പലയിടത്തും ഞാൻ അപമാനിച്ചിടത്തെല്ലാം ദൈവം എന്നെ മാനിച്ചുയർത്തുന്നു എന്നെനിക്ക് പൂർണ്ണ വിശ്വാസം ഈ ദിവസങ്ങളിലായിരുന്നു. ജീവിക്കുവാണെങ്കിൽ ഈ ദൈവത്തിന് വേണ്ടി മാത്രം, മരിക്കുവാണെങ്കിൽ ഈ ദൈവത്തിന് വേണ്ടി. അതാണ് എന്റെ ചിന്ത. എത്രയും പെട്ടെന്ന് എന്റെ ഒരൊറ്റ പ്രാർത്ഥന ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല, ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് ഈ നിൽക്കുന്ന ജോലിയിൽ നിന്നെല്ലാം വിട്ട് ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് ഇറങ്ങണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ എന്റെ മനസ്സിൽ പോകുന്നു. മാറായിലെ വെള്ളം കുടിച്ച് കൈപ്പായി കിടക്കുന്ന അനേകർക്ക് ഈ അപ്പൻ എന്നെ മധുരമാക്കി അയക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കയ്പ് നീര് കുടിച്ച് കിടക്കുന്ന അനേകരുണ്ട് നമ്മുടെ നാട്ടിൽ, ഈ ലോകത്ത്. അവർക്കെല്ലാം ഒരു മധുരമാകണം, ആശ്വാസമാകണം, അനുഗ്രഹമാകണം. ഇതാണ് എൻ്റെ പ്രാർത്ഥന.
രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് സൗഖ്യം കൊടുക്കണം. എനിക്ക് കിട്ടിയിരിക്കുന്ന അന്യഭാഷ വാക്കുകൾ വെച്ചാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവം എൻ്റെ വായിൽ കൂടുതൽ കൂടുതൽ ഭാഷകൾ നിറയ്ക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. രോഗത്താൽ ഭാരപ്പെടുന്നവരാരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരു വിടുതൽ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളുടെ മേൽ പ്രവർത്തിക്കും. കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് എന്റെ സാക്ഷ്യം ഒരു അനുഗ്രഹമായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ ഈ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവത്തെ അറിയാത്തവർ ഇനിയും സത്യദൈവത്തെ തിരിച്ചറിയണം. അതാണ് എന്റെയും ആഗ്രഹം. പലരും ഇന്ന് ലോകത്തിൻ്റെതായിട്ടുള്ള അന്ധകാര ശക്തികളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്കറിയത്തില്ല അവർ ചെന്ന് വീഴുന്നത് പടുകുഴിയിലാണ്. സത്യദൈവത്തെ അറിയുവാൻ അവരെല്ലാവരും മുന്നോട്ട് വരണം. നമ്മളിലൂടെ അവർ മുന്നിലോട്ട് വരണം. ഇന്നത്തെ ലോകത്ത് തലമുറകൾ, വിശ്വാസ ജീവിതത്തിലുള്ളവരുടെ തലമുറകൾ പോലും തെറ്റിപ്പോകുന്നു, വഴിതെറ്റിപ്പോകുന്നു, പിശാചിന്റെ ബന്ധനത്തിൽപ്പെടുന്നു. ദൈവമേ, അവരെയെല്ലാം ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ അവിടുത്തെ തിരക്ക കോട്ടയിൽ കാത്തു പരിപാലിച്ചു അങ്ങയുടെ രാജ്യത്തിനും നാമത്തിനുമായി മഹത്വത്തിനായി അവരെ തിരികെ കൊണ്ടുവരണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇപ്പോൾ ഇന്ന് കൊലപാതകങ്ങൾ നടക്കുന്നു. മകൻ അപ്പനെ കൊല്ലും. ഇതൊക്കെ പിശാചിന്റെ പിടിയിൽ അകപ്പെട്ടു പോയില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ദൈവത്തിനെ അറിയാനുള്ള മാർഗത്തിൽ നിന്നെല്ലാം വിട്ടുപോയി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി എത്രയോ മക്കൾ പിന്തിരിഞ്ഞു പോകുന്നു. ഇന്ന് വിശ്വാസ കുടുംബത്തിലുള്ള പാസ്റ്റർമാരുടെ, ദൈവദാസന്മാരുടെ മക്കൾ തന്നെ എത്രയോ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പിന്തിരിയുന്നു. ഇന്ന് സ്കൂളുകളിൽ പെൺകുട്ടികളിന്നില്ല, ആൺകുട്ടികളിന്നില്ല, എല്ലാവരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകും. പിന്നെ എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും വിടുവിച്ച് ദേശത്തെ വിടുവിക്കേണ്ടത് നമ്മളുടേതായ കടമയാണ്. നമ്മൾ ഒന്നായി നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് അന്ധകാര ശക്തിയും പൊട്ടി വീഴും. പത്രോസിനെ സഭ ഒന്നായി പ്രാർത്ഥിച്ചപ്പോൾ കാരാഗൃഹത്തിൽ നിന്നും വിടുവിച്ചതുപോലെ നമ്മൾ ഒന്നായി പ്രാർത്ഥിച്ചാൽ ഈ രാജ്യത്തെ നമുക്ക് വിടുവിക്കാൻ കഴിയും. എല്ലാ അന്ധകാര ശക്തികളെയും വിടുവിക്കാൻ കഴിയും. ദൈവത്തിന്റെ വരവേറ്റു അടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ പൂർണ്ണ തെളിവാണ് ഇപ്പോൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ സാക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ തായി. ഇത്രയും നേരം എനിക്ക് സമയം അനുവദിച്ചു തന്ന ദൈവദാസിയോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ദൈവനാമത്തിൽ അറിയിക്കുന്നു. തുടർന്നും എന്നെ ബലപ്പെടുത്തുവാൻ, ദൈവം എന്നെ ശക്തമായി ഉപയോഗിക്കുവാൻ എല്ലാവരുടെയും ദൈവമക്കളുടെയും എന്നെ ശ്രമിക്കുന്ന ഓരോരോ ദൈവദാസന്മാരുടെയും ദാസിമാരുടെയും പ്രാർത്ഥന ഞാൻ ചോദിച്ചുകൊള്ളുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്റെ ആമേൻ അനുഗ്രഹീതമായ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഞാൻ ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഒരു പാട്ടിന്റെ 2 വരികൾ ഓർത്തു പോവുകയായിരുന്നു. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ.
ഇടവാരികയില്ല, അവൻ എന്നെ പിരികയില്ല. വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. ഇടവരികയില്ല, അവൻ എന്നെ പിരികയില്ല. വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. മാറവിടമാ എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. അതെ, കർത്താവിന്റെ ദാസനെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. കരം പിടിക്കാമെന്ന് പറഞ്ഞാൽ ഏത് പ്രയാസത്തിന് നടുവിലും, ഏത് പ്രശ്നത്തിന് നടുവിലും, ഏകാന്തതകളിലും ആരുമില്ലെങ്കിലും കരം പിടിക്കാമെന്ന് കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് കരം പിടിച്ചിരിക്കും. ഹല്ലേലൂയ. ജീവിതത്തിലെ ആമേൻ പരദേവതകളെയും ആമേൻ അതെ ജീവിതത്തിൽ സേവിച്ചു കൊണ്ടിരുന്ന ഭദ്രകാളിയെയും അതുപോലെ മറ്റ് ആമേൻ ഇതര ദൈവങ്ങളെ ഒക്കെ സേവിച്ചു വിളിപ്പുറത്തുണ്ടേ എന്ന് വിശ്വസിച്ച സ്ഥാനത്ത് ആമേൻ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാൻ ഇങ്ങനൊരു ഭാഗ്യം. അതെ, ഞാൻ പറയട്ടെ, തീർച്ചയായിട്ടും കർത്താവിന്റെ ദാസന്റെ വിശ്വാസത്തിന്റെ കാരണം ആരും പറഞ്ഞ് വിശ്വാസത്തിൽ വന്നതല്ല, ദൈവം നേരിട്ട് തിരഞ്ഞെടുത്തതാ. അതുകൊണ്ടാണ് ഇന്ന് ഈ വിശ്വാസം ഇതുവരെയും നിലനിൽക്കുവാൻ കാരണമായിരിക്കുന്നത്. കർത്തദാസന്റെ ആമേൻ വിശ്വാസത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുക. കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി അനേകായിരങ്ങൾക്ക് താൻ ഒരു ഉപകാരമായി മാറട്ടെ, അനേകായിരങ്ങൾക്ക് താൻ ഒരു ആശ്വാസമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് ഒന്നിലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തന, വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഭക്ഷണം, പാനീയം, കിടപ്പാടം, ജീവിതത്തിൽ രോഗശാന്തി, നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് ആവശ്യം, അവയൊക്കെ തന്ന് നമ്മെ നടത്തുവാൻ ശക്തനായ ഒരു ദൈവത്തെയാ സേവിക്കുന്നതെങ്കിൽ ആമേൻ പൂർണ്ണ പ്രതിഫലം തന്ന് അതിശക്തമായി കർത്തദാസനെ ദൈവം കരങ്ങളിൽ വഹിക്കും. ഇനിയും ഹല്ലേലൂയ അനേക ഇടങ്ങളിൽ കർത്താവ് അയക്കട്ടെ. ആമേൻ. കണ്ടാലും ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകും എന്ന് കൽപ്പിച്ച കർത്താവ് അനേക രാജ്യങ്ങളെ, അനേക സ്ഥലങ്ങളിൽ, അനേക ആയിരങ്ങളുടെ നടുവിലേക്ക് കടന്നുപോയി കർത്തദാസന്റെ സാക്ഷ്യങ്ങളും ആമേൻ ദൈവം തരുന്ന വചനങ്ങളും പ്രസ്താവിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി പകൽക്കാലം ആമേൻ ഇനി സൂം മീറ്റിംഗിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, അങ്ങയുടെ അഭിഷിക്തന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും എന്റെ സ്വർഗം നിലനിർത്തി തന്റെ ജീവിതം വളരെ കഷ്ടതയിലൂടെ മറ്റുള്ളവരോട് വിളിച്ചറിയിക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ള കഷ്ടതയിലൂടെ കടന്നുപോയി മരണം മാത്രം ആഗ്രഹിച്ച് ആമേൻ ജീവിച്ച നിമിഷങ്ങളിൽ മരണത്തെ ജയിച്ചെഴുന്നേറ്റ കർത്താവ് മരണത്തിന് തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കാതെ ഹല്ലേലൂയ ജീവനുള്ളവരുടെ ദേശത്തെ ജീവനുള്ള ദേഹിയായി നിൽപ്പാൻ കൃപ നൽകിയതിനായി സ്തോത്രം. എന്റെ ദൈവമേ, ഈ ദിവസങ്ങൾ തന്റെ വിശ്വാസം അധികമായി വർദ്ധിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനായി പിന്നെയും മുന്നേറുവാൻ സഹായിക്കട്ടെ. തനിക്ക് നഷ്ടമായതിനെയൊക്കെയും ലാഭമാക്കി തീർത്ത് ആമേൻ അത് മടക്കി കൊടുത്ത് തന്റെ ആരോഗ്യം, തന്റെ ജീവിതത്തിൻ്റെതായ സമാധാനം എല്ലാം എന്റെ കർത്താവ് മടക്കി കൊടുത്ത് ഇതുവരെ നിലയായി നിർത്തിയല്ലോ. തുടർന്നും ദൈവ ഇഷ്ടം അങ്ങയുടെ ദാസനിൽ നിവർത്തിക്കുവാൻ ഞങ്ങൾ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ ദാസനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. തുടർന്നും ദൈവത്തിന്റെ സാന്നിധ്യം അങ്ങയുടെ അഭിഷിക്തന്റെ മേൽ വെളിപ്പെടുത്തുമാറാകണം. എല്ലാ നിലകളിലും കർത്താവ് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ സാക്ഷ്യം അനേകരിൽ എത്തുവാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവെ, കൺഫ്യൂഷനിൽ നിൽക്കുന്നവർക്ക് ഈ സാക്ഷ്യം ഒരു വിടുതലായി മാറണം. കർത്താവെ, അങ്ങനെ ചെയ്യും. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് സമർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മാനവും മഹത്വവും അവിടുന്ന് എടുക്കും. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. മറാനഥ.